ഇനി നമുക്ക് എങ്ങനെയാണ് ഇതുപോലത്തെ കോസ്റ്റേഴ്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പം നമുക്ക് ഏത് കളറിൽ വേണമെങ്കിലും നമുക്ക് സ്വന്തം ഇഷ്ടമുള്ള പോലെ നമ്മുടെ ടേബിളൊക്കെ നല്ല വൃത്തിയാക്കാനായിട്ട് പറ്റും. ഇതുപോലത്തെ ടീ കോസ്റ്റേഴ്സ് ഒക്കെ വെച്ചാൽ ഇതിന് പല ഷേപ്പിൽ നമുക്ക് ചെയ്യാം. ഹുക്ക് സൈസ് മാറ്റിയാൽ മതി. അപ്പം നമുക്ക് അതുപോലെ തന്നെ ഇപ്പം ഡബിൾ കളർ വേണമെങ്കിൽ ഡബിൾ കളറിൽ നമുക്ക് ചെയ്യാം. ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചാണ്. ഇതുണ്ടോ, ഗ്രീനും യെല്ലോയും, അതുപോലെ തന്നെ ഈ കളറ് നമുക്കിഷ്ടമുള്ള ഏത് കളറിൽ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇത് നമ്മൾ ടീ കോസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോഴത്തേനും എപ്പോഴും കോട്ടൺ യാണാണ് നല്ലത്. അപ്പോൾ ഇത് ചെയ്യാം. അതിന് വേണ്ടി ഈ സെയിം കളർ യാൺ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് കോട്ടൺ ആണ്. ഏത് കോട്ടൻ്റെ ഏത് യാൺ വേണമെങ്കിലും എടുക്കാം. സ്ലിപ്പ് നോട്ട് ഇടാം. ബേസിക് ക്രോഷേ വീഡിയോസ് ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അത് കാണേണ്ടവർ ഞാൻ ലിങ്ക് താഴെ കൊടുക്കാം, അവിടെ പോയി നോക്കണം. അപ്പം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു. ഇനി നമുക്ക് ചെയിൻ 6 ചെയിൻ ഇടാം. 1 2 3 4 5 6 നമ്മൾ 6 ചെയിൻ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഞാൻ 5 mm ക്രോഷേ ഹുക്കാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ. ഇപ്പം 6 ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒരു റൗണ്ട് ആക്കണം. അപ്പം അതിനു വേണ്ടി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ഈ ആദ്യം ചെയ്ത ചെയിനിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ചിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ആദ്യം ഇട്ടിട്ടുണ്ട്. അപ്പം ആ വീഡിയോസൊക്കെ കാണുക. ഇങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഇപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. അത് കഴിയുമ്പോൾ നമുക്കൊരു റൗണ്ട് കിട്ടും. ഇനി നമ്മൾ 3 ചെയിൻ ചെയ്യുക. ചെയിൻ 1 2 3. ഈ 3 ചെയിൻ, ഈ ഒരു ചെയിൻ നമ്മൾ ഇനിയും ചെയ്യാൻ പോകുന്ന ഡബിൾ ക്രോഷേ ആയിട്ട് നമ്മൾ കൂട്ടും. അതായത് ഇതൊരു ഡബിൾ ക്രോഷേ ആയിട്ട് കൂട്ടും. അങ്ങനെ ഇനി ഈ സർക്കിളിൻ്റെ ഉള്ളിൽ കൂടി 19 ഡബിൾ ക്രോഷേ ചെയ്യുക. അപ്പോൾ ഈ യാൺ ഇതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ പിടിക്കുക. ഡബിൾ ക്രോഷേ യാൺ ഓവർ ചെയ്യുക. സെൻറ്ററിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. അതുപോലെ എടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഹുക്കിൽ 3 ലൂപ്പ് വരും. ഈ 2 ലൂപ്പിൽ ആദ്യം ഇറക്കുക, പിന്നെ 2 ലൂപ്പിലേക്ക് ഇറക്കുക. ഇതാണ് ഡബിൾ ക്രോഷേ. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഡബിൾ ക്രോഷേ ആയി. അതായത് ഈ ചെയിൻ 3 എന്ന് പറയുന്ന ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് നമ്മൾ കൂട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് 2, ഇനിയും ബാക്കി 18 എണ്ണം ചെയ്യുക. മൊത്തം 20 എണ്ണം. ഇങ്ങനെ 2 ലൂപ്പിലേക്ക് വരും, പിന്നെ 2 ലൂപ്പിലേക്ക് ഉണ്ട്. ഇതാണ് ഒരു ഡബിൾ ക്രോഷേ. ആദ്യം ഈ ഹുക്ക് ഇതിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെ വരും. എന്നിട്ട് ഇത് ഈ സർക്കിളിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ ഇത് ബാക്കിലേക്ക് കൊണ്ടുവന്ന് വലിച്ച് താഴേക്ക് ഇറക്കുക. എന്നിട്ട് ഇത് ഒന്നുകൂടെ ഇങ്ങനെ യാൺ ഓവർ ചെയ്തിട്ട് ഇതിൽ 2ലേക്ക് ഇൻസേർട്ട് ചെയ്യുക. പിന്നെ 2 എണ്ണം വരും, 2ലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് ഡബിൾ ക്രോഷേ. അപ്പോൾ നമുക്ക് 1 2 3 ഇപ്പം 4 എണ്ണം ഉണ്ട്. ഇതുപോലെ ബാക്കി മൊത്തം 20 എണ്ണം ചെയ്യുക. ഇപ്പം നമ്മൾ 19 എണ്ണം ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് 20ാമത്തെ ചെയ്യാം. അപ്പം യാൺ ഓവർ ചെയ്യുക, ഇൻസേർട്ട് ചെയ്യുക, ഇങ്ങനെ താഴേക്ക് എടുക്കുക, പിന്നെ 2 ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, വീണ്ടും 2 ലൂപ്പിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇപ്പം നമുക്ക് മൊത്തം 20 ഡബിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഈ ചെയിൻ 3 കൂടെ കൂട്ടിയിട്ട് 20 എണ്ണം ചെയ്തിട്ടുണ്ട്. ഇനി ചെയ്യേണ്ടത് നമ്മുടെ ഈ ലൂപ്പ് ഉണ്ടല്ലോ, ഇതെങ്ങനെ വലിക്കുക. വലിച്ച് ഇതിങ്ങനെ വലിക്കുമ്പോൾ നമുക്ക് ഈ റൗണ്ട് ചെറുതായി കിട്ടും. മുഴുവൻ ചെറുതാക്കണ്ട. ഇത് എത്രമാത്രം വലിക്കാൻ പറ്റുമോ അത്രയും വലിക്കാം. ഓക്കെ. ഇനി നമ്മൾ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് ചെറുതായി കിട്ടും. ഇനി നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ ചെയിൻ 3യുടെ ആദ്യത്തെ, അതായത് 1, ഇത് താഴെ 1 2 3 ഈ 3ാമത്തെ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യും. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ ചെയിനിൻ്റെ ഇതിലേക്ക് ഇടുക. എന്നിട്ട് ഇങ്ങനെ ഇതിലേക്ക് എടുക്കുക. അപ്പോൾ ഈ 2 ഹുക്ക് വരും. ഈ ആദ്യത്തെ ഹുക്ക് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പോൾ നമുക്കൊരു സർക്കിൾ കിട്ടി. ഇനിയും ചെയ്യേണ്ടത് വീണ്ടും ചെയിൻ 3 ചെയ്യുക. 1
2 3 3 ചെയിൻ ചെയ്തു. ഇനിയും അടുത്ത സ്റ്റിച്ച്, ഈ സെയിം സ്റ്റിച്ച് അല്ല, ഇതിന് അടുത്ത കാണുന്ന സ്റ്റിച്ച് ഉണ്ടല്ലോ, ഈ അടുത്ത സ്റ്റിച്ചിലേക്ക് ഡബിൾ ക്രോഷേ ചെയ്യുക. അതായത് ഇങ്ങനെ യാൺ ഓവർ ചെയ്യുക, അടുത്ത സ്റ്റിച്ചിലേക്ക് ഇൻസേർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മൾ മുമ്പേ ചെയ്ത പോലെ തന്നെ ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, അപ്പം അടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ആയി. ഇനി ചെയ്യേണ്ടത് ഇവിടെ നിന്ന് തന്നെ 2 ചെയിൻ ഇടുക. 1 2 ചെയിൻ 2 ചെയ്യുക. ഇനിയും അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ചെയ്യുക. തൊട്ടടുത്ത സ്റ്റിച്ചിൽ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക. ഡബിൾ ക്രോഷേ ചെയ്തു. ഇനി അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഡബിൾ ക്രോഷേ ചെയ്തു. ഇനിയും ചെയിൻ 2 ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത സ്റ്റിച്ചിൽ ഡബിൾ ക്രോഷേ ചെയ്യുക. ഈ സ്റ്റെപ്പാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അടുത്ത സ്റ്റെപ്പിൽ ഡബിൾ ക്രോഷേ, പിന്നെ ചെയിൻ 2, ഇത് കഴിഞ്ഞ് അടുത്തതിൽ ഡബിൾ ക്രോഷേ, പിന്നെയും ഒരു ഡബിൾ ക്രോഷേ അടുത്തതിൽ, ഇനി ഇവിടെ ചെയിൻ 2, പിന്നെ ഇവിടെ ഡബിൾ ക്രോഷേ ചെയ്യുക. വീണ്ടും ഇവിടെ ചെയിൻ 2 ഇട്ടില്ലേ, ഇനി ഇവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, വീണ്ടും ഒരു ഡബിൾ ക്രോഷേ ചെയ്യുക, ചെയിൻ 2 കൊടുക്കുക, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. അപ്പം നമ്മളിത് കണ്ടില്ലേ, ഇങ്ങനെ വരും. 2 ഇവിടെ 2 ഇവിടെ 2, അങ്ങനെ ടോട്ടലായിട്ട് മൊത്തം വരും. അപ്പം നമ്മൾ ഇവിടെ ചെയിൻ 2 കൊടുത്തു. ഇനി അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷേ കൊടുക്കുക, ഡബിൾ ക്രോഷേ, അടുത്ത സ്റ്റിച്ചിലും ഒരു ഡബിൾ ക്രോഷേ കൊടുക്കുക. ഇനി ചെയിൻ 2 ഇടുക, പിന്നെ ഡബിൾ ക്രോഷേ, പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷേ, ചെയിൻ 2, അങ്ങനെ മൊത്തം കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ അവസാനത്തെ സ്റ്റിച്ച് വരെ ചെയ്തിട്ടുണ്ട്. ഇനി സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അതായത് 1 2 3, ഈ മൂന്നാമത്തെ ചെയിനിൽ 1 2 3 ഇതിലേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, അപ്പം ഇങ്ങനെ കിട്ടും നമുക്ക്, സ്റ്റിച്ച് ഇങ്ങനെ കിട്ടും. അതായത് ഈ ഫസ്റ്റ് റോ നമ്മൾ ചെയ്തു. ഇപ്പോൾ ഈ കിട്ടിയ സെക്കൻഡ് റോ, ഈ കാണുന്ന സെക്കൻഡ് റോ ആണ് നമ്മളിപ്പോൾ ചെയ്തത്, സെക്കൻഡ് റോ. ഇനി അടുത്തത് ഈ റോയാണ് ചെയ്യേണ്ടത്. അതായത് ഈ റോയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത്. അതിനു വേണ്ടി ചെയിൻ 3, എല്ലാ കേസിലും നമ്മൾ ചെയിൻ 3 ആണ് ചെയ്യുന്നത്. 1 2 3 ചെയിൻ ഇടുക. 3 ചെയിൻ ഇട്ടു. ഇനി നമുക്ക് ഇത് കണ്ടില്ലേ, ഇതെന്ന് പറയുന്നത് ഇതാണ് ചെയിൻ സ്പേസ്. നമ്മളിട്ട ആ ചെയിൻ 2 ചെയിൻ ഇട്ടില്ലേ നേരത്തെ റൗണ്ടിൽ, ആ സ്പേസിൽ കൂടിയാണ് ഇനി നമ്മൾ മൊത്തം വർക്ക് ചെയ്യുന്നത്. അതായത് ഇപ്പം ചെയിൻ 3 ഇട്ടു, അതിനുശേഷം ഈ ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യാം. ഈ സ്പേസിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യാം. 1 2. ഓക്കെ, രണ്ടെണ്ണം ചെയ്തു. വീണ്ടും അവിടെ തന്നെ ചെയിൻ 2 കൊടുക്കുക. പിന്നെ ആ സെയിം സ്റ്റിച്ചിൽ തന്നെ 2 ഡബിൾ ക്രോഷയും കൂടെ കൊടുക്കുക. ഈ പാറ്റേൺ ആണ് നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നത്. 1 2, അവിടെ തന്നെ സെയിം ഇതിൽ തന്നെ 2. അതായത് 2 ഡബിൾ ക്രോഷേ, ചെയിൻ 2, വീണ്ടും 2 ഡബിൾ ക്രോഷേ. അതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത ചെയിൻ 2 സ്പേസിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യുക. 1 yarn over, കൊണ്ടുവന്നു. ഇപ്പോൾ 2 ആയി. ഇനി ഇവിടെ ചെയിൻ 2 കൊടുക്കുക. ചെയിൻ 2, വീണ്ടും ഈ സ്പേസിൽ തന്നെ 2 ഡബിൾ ക്രോഷേ. 1 2 2. ഇപ്പോൾ കണ്ടില്ലേ. ഇനി ഇതുപോലെ തന്നെ അടുത്ത ചെയിൻ സ്പേസ് ഇതാണ്. ആ ചെയിൻ സ്പേസിൽ 1 2
പിന്നെ നമ്മൾ 2 ചെയിൻ ഇടുക. വീണ്ടും ആ സെയിം സ്പേസിൽ കൂടി 2 ഡബിൾ ക്രോഷേ ചെയ്യുക. 1 2. അങ്ങനെ ഫുള്ളും റിപ്പീറ്റ് ചെയ്യുക. 2 ഡബിൾ ക്രോഷേ, 2 ചെയിന്, 2 ഡബിൾ ക്രോഷേ, അങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം നമ്മൾ ലാസ്റ്റ് വരെ ചെയ്തിട്ടുണ്ട്. ഒരെണ്ണം കൂടി ചെയ്യാനുണ്ട്, ഒരു ചെയിൻ സ്പേസ് കൂടി. ഈ ലാസ്റ്റ് ചെയിൻ സ്പേസിൽ ഇവിടെ കണ്ടില്ലേ ഒരു ചെയിൻ 3, അതിനെ കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ ചെയിൻ സ്പേസിൽ 2 ഡബിൾ ക്രോഷേ ആദ്യം ചെയ്യുക. 1 2, അതുപോലെ തന്നെ ചെയിൻ 2 ചെയ്യുക. പിന്നെ നമ്മൾ ഈ സെയിം സ്പേസിൽ 2 ഡബിൾ ക്രോഷേ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ ചെയിൻ സ്പേസിനെ, ഇതായത് ഈ ചെയിൻ സ്പേസിനെ ഒരു ഡബിൾ ക്രോഷേ ആയിട്ട് കൂട്ടുന്നുണ്ട്. ഒരു ഡബിൾ ക്രോഷേ ഇവിടെ ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ ചെയിൻ എന്ന് പറയുന്നത് 2 എണ്ണം ആക്കി കൂട്ടുന്നുണ്ട്. അതായത് ഈ 2 എണ്ണം, അതുപോലെ ഇത് 2 എണ്ണം. അതുകൊണ്ട് നമ്മളിവിടെ ഒരു ഡബിൾ ക്രോഷേ ചെയ്താൽ മതി. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ ചെയിനിൽ 1 2 3 ഈ ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയാണ് ഈ റൗണ്ട് വരുന്നത്. അതായത് ഇതിൻ്റെ ഈ റൗണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഒരു റൗണ്ടേ ഉള്ളൂ, ലാസ്റ്റ് റൗണ്ട്. ലാസ്റ്റ് റൗണ്ടിൽ ചെയിൻ 3, 3 ചെയിൻ, 3 ചെയിൻ ചെയ്യുക. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുത്ത ചെയിൻ സ്പേസ് ഉണ്ടല്ലോ, ഇതാണ് 1 2 3, അതാണ് ചെയിൻ സ്പേസ് എന്ന് പറയുന്നത്. ആ ചെയിൻ സ്പേസിൽ ആദ്യത്തെ ചെയിൻ സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച് ഇടുക. അതായത് ഇതാണ് ആദ്യത്തെ ചെയിൻ സ്പേസ്, അതിലേക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക, ഇങ്ങനെ അഴിക്കുക. പിന്നെ ഈ ഫസ്റ്റ് ഇതിലേക്ക് ഇൻസേർട്ട് ചെയ്യുക. ഇതാണ് സ്ലിപ്പ് സ്റ്റിച്ച്. അപ്പം നമ്മൾ ആദ്യം സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു. എന്നിട്ട് അടുത്ത ചെയിൻ സ്പേസ് ഉണ്ടല്ലോ, അടുത്ത ചെയിൻ 2 ഇട്ട സ്പേസ്, അതിലേക്ക് 6 ഡബിൾ ക്രോഷേ ചെയ്യുക. അതായത് 6 ഇതിലേക്ക് 1 1 2 3 4 5, ആ സെയിം സ്പേസിൽ തന്നെ ഇടണേ, 6. അപ്പം നമ്മൾ 6 എണ്ണം ആ സ്പേസിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും അടുത്ത ചെയിൻ സ്പേസിൽ, ഇതല്ലേ അടുത്ത ചെയിൻ സ്പേസ്, ചെയിൻ 2ൻ്റെ സ്പേസ് എന്ന് പറയുമ്പോൾ ഈ അടുത്ത ചെയിൻ സ്പേസിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. നമ്മൾ ഇൻസേർട്ട് ചെയ്ത്, ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ആ ഒരു പെറ്റൽ എന്ന് പറയും. ഇനി നമ്മൾ ചെയ്യേണ്ടത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യില്ല, അടുത്തത് റിപ്പീറ്റ് ചെയ്യുവാണ്. അടുത്തത് ഇപ്പം നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തു, അടുത്ത സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്തല്ലോ. അപ്പം നമ്മൾ ഇനി ഇതിൽ 6 ഡബിൾ ക്രോഷേ, 1 2 3 4 5 6 6 ഇനി അടുത്ത ചെയിൻ സ്പേസിൽ കണ്ടില്ലേ, അടുത്ത ചെയിൻ സ്പേസിൽ സ്ലിപ്പ് സ്റ്റിച്ച്, ഇനി അടുത്തടുത്ത് 6 ഡബിൾ ക്രോഷേ. ഡബിൾ ക്രോഷയുടെ ഒക്കെ വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നോക്കുക. പിന്നെ ഈ ക്രോഷേ ഹുക്കിൻ്റെ ഒക്കെ നമുക്ക് സ്റ്റോറിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഈ സാധാ ലേഡി സ്റ്റോറിലൊക്കെയും കിട്ടും. അതുപോലെ തന്നെ ആമസോണിലും അങ്ങനെ എല്ലാം ഇത് കിട്ടും നമുക്ക് വാങ്ങിക്കാൻ. അധികം പൈസയൊന്നുമില്ല. 4 5 6. ഓക്കെ, ഇനി അടുത്തതിൽ സ്ലിപ്പ് സ്റ്റിച്ച്. ഓക്കെ, ഇപ്പോൾ കണ്ടില്ലേ നമ്മൾ 3 എണ്ണം ഇതുപോലത്തെ 3 എണ്ണം, അങ്ങനെ ഈ റൗണ്ട് ഫുള്ളും ചെയ്യാം. ഓക്കെ,
ഇപ്പം ഞാൻ ഇനി ഒരു ചെയിനും കൂടി ചെയ്യാണ്ട് ബാക്കിയുള്ള എല്ലാ ചെയിനിലും ചെയ്തു. അതായത് ഇനി ഒരു ചെയിൻ സ്പേസ് ഉണ്ട്. ഈ ലാസ്റ്റ് ചെയിൻ സ്പേസിൽ, അതായത് ഇവിടെ നമുക്ക് ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട് കൂട്ടുന്നത് കൊണ്ട് 5 ഡബിൾ ക്രോഷ്യ ചെയ്താൽ മതി. എല്ലായിടത്തും നമ്മൾ 6 ഡബിൾ ക്രോഷ്യ ചെയ്യുന്നുണ്ടായിരുന്നല്ലോ. അതെന്ന് വെച്ചാൽ അപ്പം നമ്മളിവിടെ ഈ പഴയതിൻ്റെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. സ്ലിപ്പ് സ്റ്റിച്ചിന് ശേഷം ഇനി ഈ ചെയിൻ സ്പേസിൽ നമുക്ക് 6 ഡബിൾ ക്രോഷ്യ അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് പകരമായിട്ട് ഇവിടെ 5 എണ്ണം ചെയ്താൽ മതി. 1 2 3 4 5. പിന്നെ ഈ ചെയിൻ സ്പേസ് എന്ന് പറയുന്നത് ഒരു ഡബിൾ ക്രോഷ്യ ആയിട്ട്, 6ാമത്തെ ഡബിൾ ക്രോഷ്യ ആയിട്ട് നമ്മൾ കൂട്ടും. 1 2 3. ഇനിയിപ്പോൾ ഇവിടെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. 1 2 3. മൂന്നാമത്തെ ഇതിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. ഓക്കെ, സോറി, മൂന്നാമത്തെ ചെയിനിലോട്ട് അങ്ങനെ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യുക. അപ്പം ഈ ചെയിന് നമ്മൾ 6 എണ്ണമായിട്ട് കൂട്ടുന്നത്. അപ്പം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനിയിപ്പം നമുക്ക് ചെയ്യേണ്ട, നമ്മൾ കംപ്ലീറ്റ് ആയി. ചെയിൻ 1, എന്നിട്ടിത് കട്ട് ചെയ്യുക. ഇനി കട്ട് ചെയ്യുക. വരയ്ക്കുക. ഓക്കെ, നമ്മുടെ കോസ്റ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് തയ്ച്ച് വെച്ചാൽ മതി. ഈ കോസ്റ്റർ പോലെ തന്നെ ആയില്ലേ. ഇത് ഞാൻ 6 mm ഹുക്ക് വെച്ചിട്ട് ചെയ്താണ്. അതാണ് വലിപ്പ വ്യത്യാസം. ഇത് കണ്ടോ, അത് ഇങ്ങനെ കാണിക്കാണ്ട് 5 mm ആകുമ്പോഴത്തേനും കുറച്ചുകൂടി ചെറുതാകും. അങ്ങനെ നമുക്ക് ഇത് അതിലും ചെറിയ 4 mm ഒക്കെ വെച്ചിട്ട് ചെയ്താണ് ഇതൊക്കെ. അതാണ് സൈസ് വ്യത്യാസം വരുന്നത്. അപ്പം നമുക്ക് യാണിൻ്റെ വലുപ്പവും ഹുക്കിൻ്റെ വലുപ്പവും അനുസരിച്ച് സൈസ് കൂടുകയും കുറയുകയും ചെയ്യും. ഓക്കെ, ഇപ്പം നമ്മുടെ കോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഈ സൈഡ് വശം ഒന്ന് തയ്ച്ചെടുത്താൽ മതി. ഇതിൻ്റെ ഇവിടെ ഒരു പെർഫെക്ഷൻ കിട്ടാൻ വേണ്ടി നമുക്കിത് ഇതിൻ്റെ ബാക്കിലേക്ക് ഇങ്ങനെ വലിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ കറക്റ്റായിട്ട് ഇരുന്നോളൂ. ഒന്നെങ്കിൽ ഇതിങ്ങനെ നമ്മുടെ സൂചി വെച്ചിട്ട് തയ്ച്ച് വയ്ക്കുക, അല്ലെങ്കിൽ ഈ ആൺ വെച്ചിട്ട് തന്നെ നമ്മൾ ഇങ്ങനെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. നമുക്കറിയില്ല, അങ്ങനെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. തയ്ച്ച് വെക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പം ഞാനിത് ഈ നൂലും ഒന്ന് തയ്ച്ച് വെച്ചിട്ട് കാണിക്കാം. ഇപ്പം ഞാൻ എല്ലാം തയ്ച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. തയ്ച്ച് വെക്കുന്നതിൽ എളുപ്പം ഇപ്പം ഒട്ടിച്ച് വെക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലൂ ഒക്കെ വെച്ചിട്ട് ഒട്ടിച്ച് വെക്കാം. പക്ഷെ കൂടുതലും തയ്ച്ച് വെക്കുന്നതാണ് സേഫും അതുപോലെ കാണാനായിട്ട് ഭംഗിയുള്ളത്. അപ്പം നമ്മൾ കോസ്റ്റ് ഇത്രയേ ഉള്ളൂ. ഇതുപോലത്തെ പല വെറൈറ്റീസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ കോസ്റ്റ് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യുവാണെങ്കിൽ ഇനി ഞാൻ വിടുന്ന വീഡിയോസിനൊക്കെ പെട്ടെന്ന് കാണാൻ പറ്റും. അപ്പം ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. അതുപോലെ എന്തെങ്കിലും ഇതിന് ഡീറ്റെയിൽസ് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു പ്രോജക്റ്റുമായിട്ട് വരാം. ബൈ.